ഒരു മികച്ച പ്രാസംഗികനാകാനുള്ള ആഗ്രഹത്തോടെ ഒരു ശിഷ്യൻ ഗുരുവിനെ സമീപിച്ചു. വർഷങ്ങളോളം അവൻ പരിശീലനം നേടി, വചനങ്ങൾ പഠിച്ചു, പ്രാർത്ഥനയിൽ ആഴപ്പെട്ടു. ഒരു ദിവസം അനേകായിരങ്ങളുടെ മുൻപിൽ താൻ പ്രസംഗിക്കുമെന്ന് അദ്ദേഹം സ്വപ്നം കണ്ടു. അങ്ങനെ ആ ദിവസം വന്നെത്തി. ഗുരു പറഞ്ഞു, നമുക്കിന്ന് പ്രസംഗിക്കാൻ പോകാം. ആവേശത്തോടെ ഇന്നാണ് തൻ്റെ ദിവസമെന്നുറപ്പിച്ച് ശിഷ്യൻ കൂടെ നടന്നു. അവർ ഗ്രാമത്തിലേക്ക് ചെന്നു, വീഥികളിലൂടെ നടന്നു, ആളുകളോട് സ്നേഹത്തോടെ സംസാരിച്ചു, ദുഃഖിതരെ കേട്ടു, ദരിദ്രരെ സഹായിച്ചു, വിശക്കുന്നവർക്കൊപ്പം ഭക്ഷണം പങ്കിട്ടു, കുട്ടികളോട് ചിരിച്ചു. പക്ഷേ ഒരു വാക്ക് പോലും പ്രസംഗിച്ചില്ല. സന്ധ്യയായി അവർ മടങ്ങിയെത്തി. കുപിതനായ ശിഷ്യൻ ഗുരുവിനോട് ചോദിച്ചു, എനിക്കിത്രയും ആഗ്രഹം തന്നിട്ട് എന്തിനാണ് ഇത്രയും സങ്കടപ്പെടുത്തിയത്? ഗുരു പറഞ്ഞു, മകനെ, ഇന്ന് മുഴുവൻ നാം പ്രസംഗിക്കുകയായിരുന്നു. ചിലപ്പോൾ നമ്മുടെ സമീപനവും നമ്മുടെ ജീവിതവും മറ്റുള്ളവർക്ക് സുവിശേഷമാകാം. ആ ഗുരു അസീസിയിലെ വിശുദ്ധ ഫ്രാൻസിസും ആ ശിഷ്യൻ അസീസിയിലെ ലിയോയുമായിരുന്നു. അസീസിയിലെ ഫ്രാൻസിസ് പറയും, പ്രീച്ച് ദ ഗോസ്പൽ അറ്റ് ഓൾ ടൈംസ്, വെൻ നെസസറി യൂസ് വേർഡ്സ്. സദാ സുവിശേഷം പ്രസംഗിക്കുക, അത്യാവശ്യമെങ്കിൽ മാത്രം വാക്കുകൾ ഉപയോഗിക്കുക. വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ നമ്മെ ഓർമ്മിപ്പിക്കും, വചനം പ്രസംഗിക്കുക, സാഹചര്യം അനുകൂലമാണെങ്കിലും അല്ലെങ്കിലും. From hearing to living, word to life.